നമസ്കാരം. ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്രതീക്ഷിത നാടകീയ സംഭവ വികാസങ്ങളായിരുന്നു. ഓണം സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഓണത്തിന് സാധാരണയായി മോഹൻലാൽ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു അനുമോൾ റോസ്റ്റൊക്കെ നടത്തിക്കൊണ്ടാണ് മോഹൻലാൽ തുടങ്ങിയത്. അനുമോൾ ജിസേലിൻ്റെയും ആര്യൻ്റെയും പുതപ്പിനടിയിലുള്ള കാഴ്ചയുടെ ഡെമോൺസ്ട്രേഷനൊക്കെ തനിക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലാലേട്ടൻ അനുമോളിനോട് ചോദിച്ചത്. വളരെ രസകരമായിട്ട് തോന്നി. വളരെ ഫയറി ആയിട്ടുള്ള ലാലേട്ടനെ കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിലെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമായിട്ട് പറയേണ്ടത്. അനുമോളിനെ നിർത്തി പൊരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആര്യനും ജിസയിലും ഉൾപ്പെടെയുള്ളവർ നിരപരാധികളാണ്. അവർ ഇതിലൊന്നും തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നു, ഇത്രയും 300ഓളം ടെക്നീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആരും കാണാത്തത് എങ്ങനെയാണ് അനുമോൾ കണ്ടത് എന്നത് ചോദിച്ചപ്പോൾ അനുമോളാണെങ്കിൽ അനുമോളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ. അനുമോൾ പറയുന്നത് ഞാൻ കണ്ടതാണ്, എനിക്ക് ഇതിനകത്ത് മാറ്റമൊന്നുമില്ല എന്ന് അനുമോൾ പറയുമ്പോൾ ലാലേട്ടൻ കുറച്ചുകൂടെ ദേഷ്യമാണ് വരുന്നത്. എന്ത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും അനുമോളിനെതിരെ തിരികുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ശൈത്യ ക്ലാരിഫിക്കേഷൻ നടത്തി ഞാനല്ല ഇത് പറഞ്ഞു നടത്തുന്നത്, മസ്താനിയാണ് അനുമോളുടെ പഴയ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു നടന്നത്. അങ്ങനെ കുറേ നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ അവിടെ നടന്നതിന് ശേഷമാണ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന്, വളരെ അപ്രതീക്ഷിതമായിട്ട് രേണു സുധിയെ പുറത്താക്കി. രേണു സുധിയെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ലാലേട്ടൻ പറയുന്നത്, പല ക്യാമറകളുടെയും മുന്നിൽ വന്ന് രേണു സുധി പറയുന്നത് തനിക്ക് എങ്ങനെയെങ്കിലും ഈ ബിഗ് ബോസ് ഫീൽഡിൽ നിന്നും പുറത്ത് പോകണം, മക്കളെ കാണണം എന്നൊക്കെയാണ് രേണു സുധിയുടെ വാശി. അങ്ങനെ എത്രയെന്ന് വെച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പ്രേക്ഷകർ ചോദിക്കുന്നത്, എന്തിനാണ് ആ സ്ത്രീയെ നിങ്ങൾ തടങ്കലിലാക്കി വെക്കുന്നത്, അവർക്ക് നിൽക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ടൂടെ എന്ന് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം, ആഗ്രഹപ്രകാരം ആണ്, അല്ലാതെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നതും ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ പിന്നീട് വീട്ടിൽ വന്നു, രേണു സുധിയെ പുറത്താക്കുകയും ചെയ്തു. രേണു സുധിക്ക് ചിലപ്പോൾ ആ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു തെറ്റുണ്ടായിരിക്കാം. ചിലപ്പോൾ അപ്പോഴത്തെ മാനസിക സംഘർഷം കൊണ്ട് മാത്രമാണത് പറഞ്ഞതെന്ന് രേണു സുധി ഒരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ലാലേട്ടനും ബിഗ് ബോസും ചെവി കൊണ്ടില്ല. രേണു സുധിയെ പിടിച്ച് പുറത്താക്കി. അതിനുശേഷമാണ് മറ്റൊരു ട്വിസ്റ്റ് അടങ്ങുന്നത്. അപ്പാനി ശരത്തിനെ പുറത്താക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ആർക്കും തന്നെ അപ്പാനി ശരത്ത് പുറത്തായി കാണുമോ അല്ലെങ്കിൽ പുറത്താവുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പാനിയുടെ ഹേറ്റേഴ്സുണ്ട്, അപ്പാനിയുടെ ആരാധകരുണ്ട്. എന്തായാലും അപ്പാനി ശരത്തിനെയും കൂടി പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത് വളരെ എനിക്ക് മറ്റൊരു കാര്യത്തിൽ ഒരു 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 എന്താ പറയുക, ഒരു ഇമോഷണൽ ടച്ചായിട്ട് തോന്നിയത്, പുറത്തിറങ്ങിയതിന് ശേഷം അക്ബറും അപ്പാനിയും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അത് അക്ബറിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല അപ്പാനി ശരത്ത് പുറത്തു പോകുന്ന കാര്യം. അക്ബറിന് മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിലെ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരാൾ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയായിരുന്നു, അത് മസ്താനിയായിരുന്നു. അപ്പാനിയെ പിടിച്ച് പുറത്താക്കുമ്പോൾ അവിടെ സന്തോഷിക്കുന്ന മസ്താനിയാണ് കണ്ടത്. അതായത് സന്തോഷിച്ച് തുള്ളിച്ചാടിയ, സാധാരണ അങ്ങനെയൊന്നും കാണാത്ത കാഴ്ചയാണ്. എത്ര ശത്രുക്കളുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിൽ നിന്ന് ഒരാൾ പുറത്ത് പോകുമ്പോഴേക്കും ക്യാമറ കണ്ണിന് വേണ്ടിയിട്ടെങ്കിലും ചിലർ കരയാറുണ്ട്. മുതലേ കണ്ണീരെന്നൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. തൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ എല്ലാം തന്നെ മസ്താനി പുറത്തിറക്കി ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നന്ദി പറയുകയും ചെയ്തു. തന്നെ വിളിച്ച തെറി കാരണമാണ്, തന്നെ വിളിച്ചത് ഒരു വളരെ അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു വാക്കാണ്, അത് ലാലേട്ടൻ്റെ മുന്നിൽ പോലും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മസ്താനി പറഞ്ഞു. അത് ഒറ്റ കാരണം കൊണ്ട് അപ്പാനി ശരത്ത് പുറത്ത് പോകണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പാനി ശരത്ത് ഈ ആഴ്ച പുറത്ത് പോയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ താൻ പറയാൻ പോകുന്ന പേരും അപ്പാനിയുടേതാണെന്ന് മസ്താനി പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം അപ്പാനി പുറത്തു പോയതിനു ശേഷം ലാലേട്ടൻ മസ്താനിയോട് ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് അപ്പാനി പുറത്തു പോയതിനു ശേഷം ഇത്ര സന്തോഷിച്ചതെന്ന് പറഞ്ഞപ്പോഴാണ് മസ്താനി ക്ലാരിഫിക്കേഷൻ നൽകിയത്. എന്തായാലും മസ്താനിയുടെ ഈ ഒരു ഗെയിം പ്രേക്ഷകർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. സോഷ്യൽ മീഡിയയിൽ മസ്താനിക്കെതിരെ ഒരു നെഗറ്റീവ് ട്രെൻഡ് സംഭവിക്കുന്നുണ്ട്. അത് മാറാമായിരിക്കാം, മാറില്ലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അത് ഒരു ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. മത്സരം കുറച്ചുകൂടെ കുഴുക്കുന്നുണ്ട്. കാരണം അപ്പാനി പുറത്താവുന്നതോടുകൂടി അക്ബറിനുള്ളിൽ സംശയങ്ങൾ വരും. കാരണം അക്ബറും അപ്പാനിയും എല്ലാം കൂടി ഒരു ടീമായിട്ട് നടന്നതാണ്. അപ്പോൾ ആ ഗെയിം സ്ട്രാറ്റജി മാറ്റേണ്ട സാഹചര്യം തനിക്കുണ്ടോ എന്നുള്ള അക്ബറിൻ്റെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കാം. സാധ്യത മാത്രമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പല പല സംഭവ വികാസങ്ങൾ, നാടകീയമായ മുഹൂർത്തങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിൽ ഉണ്ടായത് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും അപ്പാനി പുറത്തായി, രേണു പുറത്തായി. ഇനി കളി എങ്ങനെയാണ് മാറി മറിയുക എന്നുള്ളത് നോക്കി കാണാം.